ടോണി ബ്ലെയർ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ ലോകത്തിന് ഭയമാണ്. 2023 ഇറാഖ് യുദ്ധവും സദ്ദാം ഹുസൈൻ്റെ പതനവും ആയിരങ്ങളെ പച്ചക്ക് കൊന്ന ഭീകര സംഭവമാണ് ടോണി ബ്ലെയർ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരിക. ആ പേരിനൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പേരാണ് ജോർജ് ഡബ്ല്യു ബുഷ്. ഇപ്പോഴിതാ വീണ്ടും ടോണി ബ്ലെയർ എന്ന പേര് കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതെ, ഗാസയിൽ വീണ്ടും കോളനി ഭരണം സ്ഥാപിക്കാനും ഭരണ ചുമതല ഇറാഖ് യുദ്ധത്തിലെ രക്തക്കൊതിയനായിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിനെ ഏൽപ്പിക്കുവാനും അമേരിക്കക്ക് പദ്ധതിയുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയേക്കാവുന്ന ഈ തീരുമാനത്തിൽ പക്ഷേ അന്തിമ സൂചനകളൊന്നും തന്നെ വന്നിട്ടില്ല. എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ട്രംപിൻ്റെ ബ്ലെയർ പ്ലാനിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1997 മുതൽ 2007 വരെ നീണ്ട 10 വർഷക്കാലം ബ്രിട്ടനിലെ ലേബർ പാർട്ടിയുടെ മുഖമായി നിന്ന വ്യക്തിത്വമായിരുന്നു ബ്ലെയറിൻ്റേത്. ബ്രിട്ടനിലെ സ്വീകാര്യനായിരുന്ന നേതാവ്. എന്നാൽ ഇറാഖിലെ സദ്ദാം ഹുസൈൻ്റെ കയ്യിൽ രാസായുധമുണ്ടെന്ന ഇല്ലാത്ത കുറ്റം ചുമത്തി അമേരിക്കക്കൊപ്പം ചേർന്ന് ജോർജ് ബുഷിൻ്റെ പങ്കാളിയായി ഇറാഖിനെ ആക്രമിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കാൻ കൂട്ടുനിന്നതോടെ ടോണി ബ്ലെയർ സ്വന്തം രാജ്യത്തിനും അപ്രിയനായി. പിന്നീട് അധികാരത്തിൽ നിന്ന് മാറ്റപ്പെട്ട ബ്ലെയർ ബ്രിട്ടനിലെ രാഷ്ട്രീയ രംഗത്തും അധികമൊന്നും കേൾക്കാത്ത പേരായി മാറി. എന്നാൽ ഇസ്രയേൽ അധിനിവേശ ശേഷം ഗാസയുടെ ഭാവി എന്ത് എന്ന ചോദ്യത്തിന് ട്രംപിൻ്റെ കയ്യിലുള്ള മറുപടി ടോണി ബ്ലെയർ ആണെന്ന വാർത്തകൾ വന്നതോടെ ഈ ടോണി ബ്ലെയർ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. യുദ്ധാനന്തര ഗാസയുടെ പുനർ ഏകീകരണങ്ങൾക്കായി ട്രംപ് ഒരു താൽക്കാലിക അധികാര സ്ഥാപനമായ ഗാസ ഇന്റർനാഷണൽ ട്രാൻസിഷണൽ അതോറിറ്റി അഥവാ GITA രൂപീകരിക്കാൻ പദ്ധതിയിടുന്നു എന്ന വാർത്തകൾ വരികയാണ്. ടോണി ബ്ലെയറിനെയാണ് അതിൻ്റെ തലവനായി ട്രംപ് പരിഗണിക്കുന്നത്. എന്താണ് ഈ GITA പദ്ധതി? GITA നിർദ്ദിഷ്ട പദ്ധതി ഗാസയെ 5 വർഷത്തേക്ക് ഒരു അന്താരാഷ്ട്ര അധികാര സ്ഥാപനത്തിൻ്റെ ഇന്റർനാഷണൽ അതോറിറ്റിയുടെ കീഴിൽ കൊണ്ടുവന്ന് ആ അതോറിറ്റിയുടെ കീഴിൽ ഗാസയെ ഭരിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. അഥവാ ഇതൊരു നിയോ കൊളോണിയൽ ഭരണവുമായി മാറും എന്നുറപ്പ്. പണ്ട് ഇന്ത്യയെ എങ്ങനെയായിരുന്നുവോ ബ്രിട്ടീഷുകാർ കോളനിയാക്കി ഭരിച്ചിരുന്നത് ഒരു കമ്പനിയായിരുന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു. അതുപോലെ ആ കമ്പനി ഇതുപോലെയുള്ള GITA എന്ന ഒരു സംവിധാനത്തിന് കീഴിൽ ഒരു ഭരണം ഏർപ്പെടുത്തുക. ലോകത്ത് കുറഞ്ഞ രാജ്യങ്ങളെ നിലവിൽ ഇപ്പോഴും അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നെന്ന്. അഥവാ കൊസോവോ, ഈസ്റ്റ് തിമോർ എന്നിവിടങ്ങളിൽ UN മോഡലിൽ ഇത്തരം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ മാതൃക കൊണ്ടുള്ള പദ്ധതിയാണ് ഇത്. ഗാസയുടെ സുപ്രീം പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ അതോറിറ്റി ആയിരിക്കും ഈ GITA എന്ന് പറയുന്ന പദ്ധതി പ്രകാരം ഭരണമുണ്ടാവുക. എന്ന് വെച്ചാൽ ഹമാസിനെ തകർക്കുകയും ഹമാസ് ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വന്ന ഹമാസിനെ അട്ടിമറിച്ച് മറ്റൊരു കമ്പനിയെ അല്ലെങ്കിൽ അവർ രൂപം കൊടുക്കുന്ന ഒരു സംവിധാനത്തിന് ഗാസയെ ഭരിക്കുവാനുള്ള ചുമതല നൽകുക. ആ ചുമതലക്കാർ മറ്റേതെങ്കിലും രാജ്യത്തെ തലവന്മാരായിരിക്കും. ഇനി ഒരു പക്ഷേ ബ്ലെയർ പറ്റില്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കുന്ന രീതിയിലായിരിക്കും പദ്ധതി കൊണ്ടുവരിക. ആ രീതിയിലായിരിക്കും അതോറിറ്റി രംഗപ്രവേശനം ചെയ്യുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ട്രംപ് ലക്ഷ്യമിടുന്നത്. GITA പദ്ധതി പ്രകാരം ഫലസ്തീനികളെ നിർബന്ധമായി മാറ്റി പാർപ്പിക്കില്ല എന്ന് ഇവർ വ്യക്തമാക്കുമ്പോഴും ഒരിക്കലും ഗാസ ഈ പാശ്ചാത്യ ഗൂഢ നിയന്ത്രണത്തെ അംഗീകരിക്കില്ല എന്നുറപ്പാണ്. ഹമാസിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ ഇതുവരെ വന്നിട്ടില്ല. ഫലസ്തീനികളുടെ വീടിനും ഭൂമിക്കും സംരക്ഷണം എന്നതാണ് തങ്ങളുടെ മുഖ്യ പദ്ധതി എന്ന് GITA വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ പോലും പ്രോപ്പർട്ടി റൈറ്റ്സ് പ്രിസർവേഷൻ യൂണിറ്റ് വഴി ഫലസ്തീനികളുടെ ഭൂമി, വസ്തു അവകാശങ്ങൾ എല്ലാം സംരക്ഷിക്കുമെന്ന് ഇവർ പറയുമ്പോഴും ഇതിൻ്റെ തലപ്പത്ത് ടോണി ബ്ലെയർ ആണ് എന്നതുകൊണ്ടും ടോണി ബ്ലെയറിനെ ചുമതലയേൽപ്പിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ആണ് എന്നുള്ളത് കൊണ്ടും ഫലസ്തീനികൾക്ക് ഇതൊരു മറ്റൊരു ചതിയാണ്. 70 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ചതി പോലെ മറ്റൊരു ചതി തന്നെയാണ് ഇത് എന്നും കാത്തിരുന്ന് കാണേണ്ടതാണ്. അവർ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുകയും ചെയ്യുന്നത്. അത് മാത്രമല്ല, ടോണി ബ്ലെയർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്തും അല്ലാത്ത സമയത്തും ഈ ക്വാർട്ടറ്റ് പദ്ധതിയിലെ പ്രതിനിധിയായി ടോണി ബ്ലെയർ ഉണ്ടായപ്പോൾ ഫലസ്തീൻ സ്റ്റേറ്റ് ഹുഡിൻ്റെ പുരോഗതിക്ക് നിരന്തരമായ ആവശ്യങ്ങൾ ഉയർന്നപ്പോൾ അന്ന് അതിന് തടസ്സവാദം ഉന്നയിച്ച വ്യക്തി കൂടിയാണ് ഈ പറയുന്ന ടോണി ബ്ലെയർ എന്നതുകൊണ്ട് തന്നെ ഗാസക്കാർക്കും ഫലസ്തീനികൾക്കും ടോണി ബ്ലെയർ ഒരിക്കലും സ്വീകാര്യനാകാൻ പോകുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പദ്ധതിക്ക് ഐക്യരാഷ്ട്രസഭയുടെ അഥവാ GITA പദ്ധതിക്ക് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം ആവശ്യമാണ്. എന്നാൽ
ടോണി ബ്ലെയറിന്റെ നേതൃത്വത്തെ ഐക്യരാഷ്ട്രസഭയിലെ ചില അംഗങ്ങളൊന്നും എതിർക്കുന്നില്ല. പ്രത്യേകിച്ച് റഷ്യ, ചൈന പോലുള്ള രാഷ്ട്രങ്ങളൊന്നും തന്നെ അംഗീകരിക്കുന്നില്ല എന്നതും വ്യക്തമാണ്. കാരണം ഇറാഖ് യുദ്ധത്തിൽ അദ്ദേഹം കൈക്കൊണ്ട നിലപാടുകൾ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതേസമയം തന്നെ ടോണി ബ്ലെയറുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ചില അറബ് രാഷ്ട്രങ്ങൾ ബ്ലെയറിന്റെ നേതൃത്വത്തെ വളരെ സൂക്ഷ്മതയോടുകൂടി വീക്ഷിച്ചു കൊണ്ടുവരികയാണ്. ബ്ലെയറിനെ ഈ ഒരു പദ്ധതി അല്ലെങ്കിൽ നടപ്പിലാക്കിയാൽ കൊള്ളാം എന്ന് കരുതുന്ന ചില രാഷ്ട്രത്തലവന്മാരെങ്കിലും ഉണ്ട്. എങ്കിൽ പോലും ടോണി ബ്ലെയർ ആയതുകൊണ്ട് സൂക്ഷിക്കണം എന്ന തരത്തിൽ ചിന്തയും വെച്ച് പുലർത്തുന്ന രാഷ്ട്ര നേതാക്കന്മാരുമൊക്കെ ഉണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന സൂചനകൾ. ഏതായിരുന്നാലും ഗാസയെ സംബന്ധിച്ചിടത്തോളം ടോണി ബ്ലെയർ എന്ന ഒരു വിഷയമല്ല, മറിച്ച് ഒരു കോളനി വൽക്കരണത്തിലേക്ക് തങ്ങളുടെ രാഷ്ട്രത്തെ കൊണ്ടുപോകുന്നതിനോട് അവർ ഒരിക്കലും യോജിക്കുവാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചില സൂചനകളിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ഗാസ യുദ്ധാനന്തരം എവിടേക്ക് എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരം വന്നിരിക്കുന്നു. ഇനി ഇതിനെങ്ങനെ ലോകം സ്വീകരിക്കും, ഹമാസിന്റെ പ്രതികരണം എന്തായിരിക്കും, ഇതെങ്ങനെയാണ് നടപ്പിലാക്കുക എന്നതൊക്കെ കണ്ടറിയണം. Waytonikah.com, the exclusive Muslim matrimonial site.